ഹലോ മുത്തുമണികളെ, എൻ്റെ അർഹറ ഓളെ നിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വീണ്ടും എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ. നിനക്ക് സാരമായ മാനസികമായ എന്തോ ഒരു വെല്ലുവിളി നിനക്കുണ്ട് എന്നുള്ളത് നിൻ്റെ വീഡിയോകൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം നമ്മൾ ആശയപരമായിട്ട് മുന്നേറുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് വാദപ്രതിവാദം നടത്താം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയും ഇല്ല, ബോധവും ഇല്ല, ഒക്കണവും ഇല്ല, എന്താ ശരീരത്തിനും വൈകല്യം, മനസ്സിനും വൈകല്യമുള്ള നിൻ്റെ അടുത്ത് കിടപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ കിടപിടിക്കണമെങ്കിൽ നിൻ്റെ റേഞ്ചിൽ ഇറങ്ങണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭർത്താവ് ചില സ്ഥലങ്ങളിൽ വന്ന് കുനിഞ്ഞിരിക്കേണ്ടി വരുന്ന എൻ്റെ വാക്കുഴപ്പ് കൊണ്ട് കുനിഞ്ഞിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നുള്ളതല്ല കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരാൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി അന്വേഷിച്ച് അതിൽ നിന്ന് വാദിയെയും പ്രതിയെയും അവർക്ക് പറയാനുള്ളത് കേട്ടതിൻ്റെ ഫലമായിട്ട് പ്രതി ആരാണ് എന്ന് പോലീസുകാർ തീരുമാനിച്ച് അവരുടെ പേരിൽ 10-15 പേജോളം വരുന്ന FIR ഇടും. അതിൻ്റെ ഫലമായിട്ട് ഈ കേസെടുത്ത പ്രതി ആയിട്ടുള്ള വ്യക്തി ജാമ്യത്തിലിറങ്ങണം. 2 പേരുടെ ജാമ്യത്തിലിറങ്ങണം. എങ്കിലാണ് അവരുടെ പേരിൽ കേസാവുക എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് ഏതെങ്കിലും കൊടിച്ചുപട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന കേസല്ല. അതല്ല കേസ്, അത് പരാതിയാണ്. ഇനി ലോകത്തുള്ള ഏതൊരാൾക്കറിഞ്ഞുകൂടെങ്കിലും നിൻ്റെ ചാനലിൽ നീ ഇട്ടേക്കുന്ന ബീൻസ് വിത്ത് മീ അത് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. എൻ്റെ ഭർത്താവിൻ്റെ പേര് തന്നെയാണ്. കാരണം നീ ആദ്യം ഇട്ടിരിക്കുന്ന നിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് എടുത്തൊന്ന് നോക്കുക. എന്നിട്ട് ആ ചാനൽ നീ ആരുടെ പേരിലാണ് തുടങ്ങിയത് എന്നുള്ളത് ലോകത്താരിക്കറിഞ്ഞുകൂടെങ്കിലും എടി കൊച്ചേ എനിക്കറിയാടി. പിന്നെ നീ എന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ എന്തോ ആക്കും, എൻ്റെ നാട്ടിൽ വരും, നീ ഊഞ്ഞാലാടും. നീ എന്താക്കും? ഊഞ്ഞാലാടും. ഇവിടെ വന്നിട്ടൊരുത്തിക്ക് കിട്ടിയത് എന്താണ് എന്ന് നീ അറിഞ്ഞില്ലല്ലോ. അത് നന്നായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ നമ്മളെ രമണം കുടിച്ചിട്ട് പറഞ്ഞു തരും. ഇനി അങ്ങോട്ട് അവർ തമ്മിലായിക്കോട്ടെ. ഓക്കെ, നമ്മക്കിതിൽ പങ്കില്ലേ, നമ്മക്ക് ഈ രക്തത്തിൽ പങ്കില്ലേ. പിന്നെന്താണ്? എൻ്റെ പൊന്നു കൊച്ചേ, കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ചികിത്സിക്കൂ കൊച്ചേ.